അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നാളെ ശനിയാഴ്ച നമ്മുടെ തഫ്ഹീമു തിലാവയുടെ വായന പരീക്ഷയാണ്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. തഫ്ഹീമു തിലാവയിൽ 14 പാഠങ്ങളാണ് ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. 14 പാഠം എന്ന് പറയുമ്പോൾ യദുൻ എന്നത് വരെ, അദബുൻ മുതൽ യദുൻ എന്നുള്ള പാഠം വരെയാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത്. ഇതിന്റെ വായനാ പരീക്ഷയാണ് ശനിയാഴ്ച നാളെ നടക്കാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസം അതിന്റെ എഴുത്ത് പരീക്ഷയുമുണ്ട്. ഈ 14 പാഠങ്ങളിലായിട്ട് കുട്ടികൾ പഠിക്കേണ്ടത് അലിഫ്, ബാ, ദാല്, താ, നൂന്, ലാമ്, റാ, കാഫ്, വാവ്, മീമ്, സീന്, യാ. ഇത്രയും അക്ഷരങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ഇനി അതിൻ്റെ കൂടെ ഫതഹ്, കസ്ർ, ലമ്മ്, സുക്കൂന്, അതുപോലെ തൻവീൻ ഫതഹ്, തൻവീൻ കസ്ർ, തൻവീൻ ലമ്മ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ 14 പാഠങ്ങൾ കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. കാരണം ഈ വർഷത്തെ സിലബസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 14 പാഠമൊക്കെ കഴിയുമ്പോഴേക്ക് ആദ്യം മുതൽ 14 വരെ എല്ലാ വാക്കുകളും, ഇതിൽ തന്നിട്ടുള്ള എല്ലാ വാക്കുകളും നമുക്ക് വായിക്കാൻ കഴിയും. അതിന് കുട്ടികൾ പ്രാപ്തരാകും എന്നുള്ളതാണ് പുതിയ ഒരു സിലബസിന്റെ, പുതിയ ബുക്കിന്റെ ഒരു രീതി. അതുകൊണ്ട് ഇത്രയും അക്ഷരങ്ങൾ നിർബന്ധമായും കുട്ടികൾ പഠിക്കണം. നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പറഞ്ഞത്? ഞാനൊന്ന് എഴുതി കാണിക്കാം. ഒന്നാമതായി കുട്ടികൾ പഠിക്കേണ്ടത് അലിഫ്. അലിഫ് പഠിക്കുക. അലിഫ് എഴുതേണ്ട രൂപമൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കണം. ഇവിടെ മുകളിൽ നിന്നാണ് എഴുതി തുടങ്ങേണ്ടത്. മുകളിൽ നിന്നാണ് എഴുതി തുടങ്ങേണ്ടത്. ആ എഴുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ ഒരു പേജിൽ നമുക്കൊരു ആക്ടിവിറ്റി എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ ഡോട്ട്സുകൾ യോജിപ്പിക്കാൻ നമ്പറിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 2 വരെ ഇങ്ങനെ വരയാം. എന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താ? ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടാണ് അലിഫ് എഴുതേണ്ടത് എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതി പഠിക്കണം. ഇത് നമ്മൾ പൊതുവെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എഴുതാറുള്ളത്. എന്നാൽ അറബി അതിൽ നിന്ന് വ്യത്യസ്തമായി റൈറ്റിൽ നിന്ന്, വലതുവശത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക് അങ്ങോട്ട് എഴുതുന്ന ഒരു ശൈലിയാണല്ലോ. അപ്പോൾ കുട്ടികളുടെ കൈ ഒന്ന് വഴങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഫസ്റ്റ് പേജിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞത് അലിഫ്. ഈ അലിഫ് എന്നുള്ളത് കൃത്യമായി കുട്ടികൾ പഠിക്കണം. ആദ്യമായി കുട്ടികൾ പഠിക്കാനുള്ളത് അലിഫാണ്. ഇനി ഈ അലിഫിന് എന്ത് ചെയ്യുക? അലിഫിന് നമ്മൾ ഫതഹ് കൊടുക്കുക. അപ്പോൾ ആ എന്ന് വായിക്കും. അലിഫിന് കസ്ർ കൊടുത്താൽ ഈ വായിക്കും. അലിഫിന് ലമ്മ കൊടുത്താൽ ഉ വായിക്കും. ഇനി അലിഫിന് സുക്കൂന് കൊടുത്താലോ ഉ വായിക്കുക. എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ വായിച്ചു പഠിക്കുക. അലിഫ്, ആ, ഇ, ഉ, എ. ഇതിങ്ങനെ ഒരു രസകരമായിട്ട് കുട്ടികൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി. ആ, ഇ, ഉ, എ, ആ, ഇ, ഉ, എ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പാടി പഠിച്ചാൽ മതി. ആ, ഇ, ഉ, എ. ഇപ്പോൾ ഫതഹ്, കസ്ർ, ലമ്മ, സുക്കൂന് ഇത്ര ഹർക്കത്തുകളായി. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഹർക്കത്തും കൂടെ പഠിക്കാനുണ്ട്. അലിഫിന് 2 ലമ്മ്, തൻവീൻ ലമ്മ് എന്ന് പറയും. 2 ലമ്മ്, ഈ ഒരു ഹർക്കത്തും കൂടെ വിദ്യാർത്ഥികൾ പഠിക്കണം. അപ്പോൾ 2 ലമ്മ കൊടുത്താൽ നമ്മൾ എന്ത് വായിക്കണം? ഉൻ എന്ന് വായിക്കണം. ഉൻ. അപ്പോൾ ആകെ അലിഫ്, ആ, ഇ, ഉ, എ, ഉൻ. ഇത്രയും ഹർക്കത്തുകളാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഈ 14 പാഠങ്ങളിലായിട്ട് ഹർക്കത്ത് മാത്രം ഞാനൊന്ന് എഴുതാം. ഫതഹ്, അതുപോലെ കസ്ർ, ലമ്മ്, സുക്കൂന്, അതുപോലെ തൻവീൻ ലമ്മ്. ഇത്രയും ഹർക്കത്തുകളാണ് വിദ്യാർത്ഥികൾ ആകെ പഠിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിക്കാനുള്ളത്. ആ അക്ഷരങ്ങളൊന്ന് നമുക്ക് എഴുതാം. നമ്മൾ അലിഫ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അക്ഷരം ബ ആണ്. ബ ആണ് അടുത്ത അക്ഷരം. ബ. ഈ ബ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് തുടങ്ങേണ്ട അക്ഷരമാണ് ബ. എന്നിട്ട് താഴെ ഒരു ഡോട്ട്.
ഇതാണ് ബ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അക്ഷരങ്ങൾ ഇതിനും ഈ ഹർക്കത്തുകൾ ഇതിനും കൊടുത്താൽ മതി. ബായിന് ഫതഹ് കൊടുത്താൽ ബ, കസ്ർ കൊടുത്താൽ ബി, ലമ്മ കൊടുത്താൽ ബു, സുക്കൂൻ കൊടുത്താൽ ബ്, തൻവീൻ ലമ്മ കൊടുത്താൽ ബുൻ. നേരത്തെ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞല്ലോ ആ ഈ ഉ ഉൻ, അതേ ഒരു ട്യൂണിൽ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പാടി പഠിച്ചാൽ മതി, പറഞ്ഞു പഠിച്ചാൽ മതി. ഇനി മറ്റുള്ളൊരു അക്ഷരം ദാലാണ്. ദാലിനും ഇതുപോലെ ഫതഹ്, അതുപോലെ കസ്ർ, ലമ്മ, സുക്കൂന്, തൻവീൻ ലമ്മ, ദ ദി ദു ദ് ദുൻ, ദ ദി ദു ദ് ദുൻ. ഈ രൂപത്തിലാണ് വായിച്ചു പഠിക്കേണ്ടത്. ഇപ്പൊ ഈ ഒരു 3 അക്ഷരം കഴിയുമ്പോഴേക്ക് നമുക്ക് കുട്ടികളോട് ജസ്റ്റ് ചോദിക്കാം, അലിഫിന് ഫതഹ് കൊടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ എന്നാ വായിക്കുക. ഇനി ബ എനിക്ക് 2 ലമ്മ കൊടുത്താലോ, ബുൻ എന്നല്ലേ, അപ്പൊ ഇത് കൂട്ടി വായിച്ചു നോക്കാം, അബുൻ അബുൻ. വെരി സിമ്പിൾ ആയിട്ട് നമ്മളെ കുട്ടികൾക്ക് വായിക്കാൻ കഴിയും. ഇനി അടുത്ത അക്ഷരം താ ആണ്. താവും ഇതുപോലെ ഈ ഹർക്കത്തുകൾ കൊടുത്ത് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. താ, തീ, തു, ത്, തുൻ. പിന്നെ അടുത്ത അക്ഷരം നൂനാണ്. നൂന്, നൂനിനിക്കും അതുപോലെ ന, നി, നു, ന്, നുൻ. ഇത്രയും അക്ഷരങ്ങളാണ്. ഇനി അടുത്തത് ലാമ്. ലാമിനിക്കും അതുപോലെ ല, ലി, ലു, ല്, ലുൻ. പിന്നെ അടുത്ത അക്ഷരം റ. റായിനിക്കും അതുപോലെ റ, റി, റു, റ്, റുൻ. ഇനി അടുത്ത അക്ഷരം കാഫ്. കാഫ്. കാഫിനിക്കും അതുപോലെ നമ്മൾ കൊടുക്കുമ്പോൾ ക, കി, കു, ഖ്, കുൻ. ഇനി അടുത്തൊരു അക്ഷരം വാവാണ്. വാവിനിക്ക് ഫതഹ്, കസ്ർ, ലമ്മ, സുക്കൂന്, ഡബിൾ ലമ്മ. അപ്പോ വ, വി, വു, വ്, വുൻ. പിന്നെ അടുത്ത അക്ഷരം മീമാണ്. മീമിനിക്കും അതുപോലെ കൊടുക്കുക, മ, മി, മു, മ്, മുൻ. പിന്നെ അടുത്തത് സീനാണ്. സീനിനിക്കും അതുപോലെ കൊടുക്കുക, സ, സി, സു, സ്, സുൻ. അവസാനത്തെ അക്ഷരം യ ആണ്. യാനിക്കും അതുപോലെ യ, ഇ, യു, യ്, യുൻ. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് ഈ അലിഫാണ്. ഈ അലിഫിനെ ബേസിക് ആക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം അതേ ട്യൂണിൽ അങ്ങ് പറഞ്ഞു പഠിച്ചാൽ മതി. ആ ഇ ഉ ഉൻ, ബ ബി ബു ബ് ബുൻ, ദ ദി ദു ദ് ദുൻ, ത തി തു ത് തുൻ, ന നി നൂന് നുൻ, ല ലി ലു ല് ലുൻ, റ റി റു റ് റുൻ, ക കി കു ഖ് കുൻ, വ വി വു വ് വുൻ, മ മി മു മ് മുൻ, സ സി സു സ് സുൻ, യ ഇ യു യ് യുൻ. ഇത്രയും അക്ഷരങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ഇതാണ് 1ാം ക്ലാസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം. ഇത് ഒരു കുട്ടി കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ 14 പാഠങ്ങളും കറക്റ്റ് ആയിട്ട് വായിക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, 1ാമത്തെ പാഠം അദബുൻ എന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചു. അലിഫ് നമ്മൾ പഠിച്ച അക്ഷരമാണ്, ദാല് നമ്മൾ പഠിച്ച അക്ഷരമാണ്, ബാ നമ്മൾ പഠിച്ച അക്ഷരമാണ്. കണ്ടോ, അലിഫിന് ഫതഹ് കൊടുത്താൽ ആ, ദ, ബുൻ, അദബുൻ. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ബേസിക് ആയിട്ടുള്ള വിഷയം ഒരു വിദ്യാർത്ഥി പഠിച്ചാൽ ബാക്കിയുള്ള എല്ലാ പാഠങ്ങളും കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് വായിക്കാൻ കഴിയും. ഇവിടെ കണ്ടേ, നോക്കിയേ, ഇവിടെ കണ്ടോ, അബുൻ അലിഫ് നമ്മൾ പഠിച്ചതാണ്, ബാവ് പഠിച്ചതാണ്. ഇവിടെയുള്ള അലിഫ്, ലാമ്, മീമ് എല്ലാം പഠിച്ചതാണ്. ഇതിലുള്ള ജീമ് നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ ആ, സ, ദുൻ അലിഫ്, സീന്, ദാല് പഠിച്ചതാണ്. അലിഫ്, ബ, ദാല്, അലിഫ്, മീമ്, ലാമ് ഇതെല്ലാം പഠിച്ചതാണ്. അങ്ങനെ ഓരോ പാഠങ്ങളും. ഇനി അലിഫിന് കസ്ർ കൊടുത്താൽ ഈ ബ റുൻ, ബ അലിഫും ബാവും റാവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെയും അലിഫ്, റാ, ബ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. ഇങ്ങനെ കുറെ വേർഡുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഫതഹിനെ റൗണ്ട് ചെയ്യുക, അതുപോലെ കസർ ആണെങ്കിൽ അതിന് ഇങ്ങനെ സ്ക്വയർ കൊടുക്കുക, ഇനി ലമ്മാണെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ കൊടുക്കുക. ആ രൂപത്തിലുള്ള ഒരു ചെറിയ ആക്ടിവിറ്റിയാണിത്. ഇവിടെ ബ, യാ, ത ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ബൈന് ഫതഹ് കൊടുത്താൽ ബ, യാനിക്ക് സുക്കൂനാവും ബൈ, 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 താനിക്ക് ഡബിൾ ലം തുൻ, ബൈത്തുൻ. അങ്ങനെ ഓരോ പാഠങ്ങളും.
വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വായിക്കാൻ പറ്റും. ദാല്, റാ, ബാ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. അതിന്റെ ഹർക്കത്തിനനുസരിച്ച് മാറ്റി കൊടുത്താൽ ദർബുൻ വളരെ സിമ്പിൾ ആയിട്ട് വായിക്കാൻ കഴിയും. ഇനി അടുത്ത പാഠം തമ്രുൻ. താവ് പഠിച്ചിട്ടുണ്ട്, മീമു പഠിച്ചിട്ടുണ്ട്, റാവ് പഠിച്ചിട്ടുണ്ട്. തമ്രുൻ, തമ്രുൻ. പിന്നെ അടുത്തത് നൂന് പഠിച്ചിട്ടുണ്ട്, ബാവ് പഠിച്ചിട്ടുണ്ട്, താവ് പഠിച്ചിട്ടുണ്ട്. നബ്തുൻ, നബ്തുൻ. പിന്നെ അടുത്തത് ലാമും ബാവും നൂനും 3 അക്ഷരവും പഠിച്ചിട്ടുണ്ട്. ല ബി നുൻ, ല ബി നുൻ. പിന്നെ അടുത്തത് ഇവിടെ നമ്മൾ ജീമ് പഠിച്ചിട്ടില്ല. റജുലുൻ, ഇത് വായിക്കേണ്ടത് റജുലുൻ. ഇവിടെ റാ എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, റാ. അതുപോലെ കബിദുൻ, കാഫ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കാഫ് എഴുതുന്ന 2 രൂപങ്ങൾ, ഒന്ന് ഇങ്ങനെയും അതുപോലെ മറ്റൊന്ന് ഇങ്ങനെയും. എന്ന് വെച്ചാൽ കാഫ് തുടക്കത്തിൽ വരികയാണെങ്കിൽ ഈ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. വേറൊന്നിലേക്ക് ചേർത്തി അവസാനത്തിലൊക്കെ വരികയാണെങ്കിൽ ഈ രൂപത്തിലാണ് എഴുതേണ്ടത്, കബിദുൻ. അതുപോലെ അടുത്തത് വർദുൻ, വറുദുൻ. വാവും റാവും ദാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർദുൻ. അപ്പോൾ ഹർക്കത്തുകൾക്കനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. ഇനി 12ാമത്തെ പാഠം മർമറുൻ. മ മീമ് റാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മർമറുൻ ഹർക്കത്തുകൾക്കനുസരിച്ച് മാറ്റി കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വായിക്കാവുന്നതാണ്. ഇനി അടുത്തത് സമകുൻ. സീനും മീമും കാഫും പഠിച്ചിട്ടുണ്ട്. സമകുൻ, സമകുൻ. ഇനി അവസാനത്തത് യദുൻ എന്നുള്ള പാഠമാണ്. യാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യദുൻ, യദുൻ. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അലിഫ്, അതുപോലെ അതിന്റെ ഹർക്കത്തുകൾ, ഇത്രയും ഹർക്കത്തുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ കണ്ടോ, ഫതഹ്, അതുപോലെ കസ്ർ, ലമ്മ്, സുക്കൂന്, തൻവീൻ, ലമ്മ്. ഇത്രയും ഹർക്കത്തുകളാണ് നമ്മൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ഈ 14 പാഠങ്ങളിൽ റാഇന്റെ പാഠത്തിലുള്ള റജുലുൻ എന്നുള്ളതിൽ ഒരു ജീമ് വരുന്നുണ്ട്. ആ ജീമ് മാത്രമേ നമ്മൾ പഠിക്കാത്തതുള്ളൂ. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങളും അതിന്റെ ഹർക്കത്തുകളും അതിന്റെ സൗണ്ട് അനുസരിച്ച് കുട്ടികൾ വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ പാടി പഠിക്കുക. എന്നിട്ട് രക്ഷിതാക്കള് ഓരോ വാക്കുകൾ ഇങ്ങനെ സ്വന്തമായിട്ട് 2 ലെറ്റർ വേർഡ്സോ അല്ലെങ്കിൽ 3 ലെറ്റർ വേർഡ്സോ ഒക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഹർക്കത്തുകൾ ഉപയോഗിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ മാറ്റി മാറ്റി എഴുതി കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് സ്വന്തമായി വായിപ്പിക്കുക. ആ രൂപത്തിൽ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ 14 പാഠങ്ങളിൽ നിന്നുള്ള വായനാ പരീക്ഷയാണ് നാളെ നടക്കാൻ പോകുന്നത്. അതുപോലെ 1ാം ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു വിഷയം ദീനിയാത്ത് അഖ്ലാഖ് എന്നുള്ള ഒരു പരീക്ഷയും കൂടെ, ഒരു ഭാഗവും കൂടെ ഉണ്ട്. ഇവിടെ ദീനിയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഖ്ലാഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് നമ്മുടെ നബി അതുപോലെ അള്ളാഹു, ഈ 2 ഭാഗങ്ങളാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടുണ്ട്. നേര് പകർന്നൊരു നബിയാണ്, പേര് മുഹമ്മദ് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൻ കൂടെ പറയണം. അപ്പൊ നമ്മുടെ നബിന്റെ പേരെന്താ? മുഹമ്മദ് എന്നാണ്. നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണം. മക്കയിലാണ് തിരുജന്മം, മരണം പുണ്യ മദീനയിലും. പ്രായം 60. നബി തങ്ങളുടെ ജന്മദേശം മക്ക, മരണപ്പെട്ടത് എവിടെയാണ്? മദീനയിൽ. പ്രായം 63 ആയപ്പോൾ ആണ് വഫാത്ത് എന്നറിയണം. 63ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആമിന എന്നവരാണുമ്മ, അബ്ദുള്ള അവരുപ്പയുമ. നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴി ഓർക്കണം. ഉമ്മ ആമിന ബീവി, ഉപ്പ അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം അതിരറ്റ് സ്നേഹിക്കണം. ഇവിടെ അതിന്റെ ഒരു ഷോർട്ടായിട്ടുള്ള വിവരണം കൊടുത്തിട്ടുണ്ട്. നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാവ് ആമിന ബീവി, പിതാവ് അബ്ദുള്ള, ജനിച്ച സ്ഥലം മക്ക, വഫാത്ത് മദീനയിൽ. നബിയുടെ ഗോത്രം ഖുറൈഷ്, നബിയുടെ വംശം ഹാഷിം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്ത് ലഭിച്ചു 40ാം വയസ്സിൽ. നബി വഫാത്തായി 63ാം വയസ്സിൽ. നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. ഇത്രയും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി 2ാമത്തെ ഒരു ഭാഗം അള്ളാഹുവിനെ കുറിച്ചാണ്. മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പടച്ചവൻ ആരാണ്? കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ്? തണ്ണീർ തടവും കാടും മേടും പരിപാലിച്ചവനാരാണ്? എണ്ണിത്തീര ജീവകണങ്ങൾ സംരക്ഷിച്ചവനാരാണ്? അള്ളാഹു, അവനേകൻ മാത്രം, അല്ലാതില്ലൊരു സൃഷ്ടാവ്. അവനാണല്ലോ ഇരു ലോകത്തിൻ അധിപൻ, സർവ നിയന്താവ്. ഇവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അതിന്റെ ഒരു ചുരുക്കം
നമ്മെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. ആരാധനക്കർഹനാരാ? അള്ളാഹുവാണ്. നമ്മളാരെ മാത്രമേ ആരാധിക്കാൻ പാടൂ? അള്ളാഹുവിനെ മാത്രം. എല്ലാം പഠിച്ചവനാരാ? അള്ളാഹുവാണ്. എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ അള്ളാഹുവാണ്. നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അള്ളാഹു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുമുള്ള ഈ ഒരു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ദീനിയാത്ത് അഖ്ലാഖ് എന്നുള്ള വിഷയത്തിൽ ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ അക്ഷരങ്ങൾ, ഹർക്കത്തുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്ന് രക്ഷിതാക്കളോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു ബേസിക് ക്ലിയർ ആയാൽ 14 പാഠങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ ഓരോ കുട്ടിക്കും വായിക്കാൻ കഴിയും. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.